പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി 22 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പ്രാർത്ഥനയിൽ ഇന്ന് ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് യാത്ര പോകുന്നവരെ, ഓഫീസിൽ പോകുന്നവരെ, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നവരെ, സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവരെ, വൈവാഹിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, കർത്താവെ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ സങ്കടത്തോടെ മനുഷ്യൻ ഉത്കണ്ഠയോടെ പോകുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും
കർത്താവിൻ്റെ പ്രത്യേക കാര്യം ഉണ്ടാകണമേ. കർത്താവെ, പകുതിയല്ലേ ഉള്ളൂ, മൊത്തമില്ലല്ലോ, അല്പമല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് എന്താകാനാണ് എന്ന് അപ്പോസ്തലന്മാരെ പോലെ, ഇതുകൊണ്ട് എന്താകാനാണെന്ന് അപ്പോസ്തലന്മാർ പണ്ട് ഒരു ബാലൻ്റെ കൈവശമുള്ള അപ്പത്തെക്കുറിച്ച് പരിവേദനം ചെയ്തു. ഇതുകൊണ്ട് എന്താകാനാണ്. അതുപോലെ ചിന്തിക്കുന്ന അനേകം മക്കളുണ്ട് കർത്താവെ. അവിടെ പൊന്നാകാം, അവിടെ പണമാകാം, അവരുടെ സ്വാധീനമാകാം, അവരുടെ ആവശ്യമായ പോയിന്റുകളാകാം. ഇതുകൊണ്ട് എന്താകാനാണ് എന്നൊരു മനസ്സിൽ പറയുന്നുണ്ടാകാം. അങ്ങനെ പറയുന്ന എല്ലാവരെയും അതിൻ്റെ കൂടെ കർത്താവിൻ്റെ ചൈതന്യം കൂടി കൂട്ടിക്കൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള കൃപ അവർക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ മുന്നിൽ എല്ലാ ഡോക്യുമെൻസിനെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കിട്ടാത്ത ഡോക്യുമെൻറ്റ്സ്, കർത്താവ് ഇല്ലാത്ത ഡോക്യുമെൻറ്റ്സ്, കർത്താവെ, അത് ഉള്ളതുപോലെ അത് പരിഹരിക്കപ്പെടാൻ പുതിയ വഴികൾ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്നവരെ, റിസർച്ച് ചെയ്യുന്നവരെ, കർത്താവെ, തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അവരുടെ കടങ്ങൾ, അവരുടെ ജീവിത ആവശ്യങ്ങൾ, അവരുടെ തൊഴിൽ സംഘർഷങ്ങൾ, അതുപോലെ തന്നെ കർഷകർ, ആ കർഷകരുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വേദനകളും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ സ്നേഹിപ്പിക്കുന്നു. ഭവനരഹിതരെ അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കൾ ഇല്ലാത്തവർ അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ നിങ്ങൾ ആശീർവദിക്കപ്പെടുന്നു, നിങ്ങൾ സൗഖ്യപ്പെടുന്നു. തിരികെ വരണ സമയം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. റോമ 8:31. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? അപ്പം അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നാട്ടുകാരെയും വീട്ടുകാരെയും ബോധ്യപ്പെടുന്നതിനേക്കാളുപരി ദൈവത്തെ ബോധ്യപ്പെടുത്തിയാൽ ദൈവം നമ്മുടെ പക്ഷത്ത് വരും. അതുപോലെ തന്നെയാണ് ദൈവം നമ്മുടെ പക്ഷത്ത് വന്നാൽ നമ്മൾക്ക് ഈ പ്രയാസമാകുമെന്ന് പറഞ്ഞ വിഷയങ്ങളെല്ലാം ഈസിയാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആധ്യാത്മിക ജീവിതം ഈസിയാണെന്നുള്ള വിഷയത്തിലാണ് ഈശോ അവസാനം ഊന്നൽ കൊടുക്കുന്നത്. എന്താണ്? എൻ്റെ നുകം മധുരമാണെന്ന് പറയണില്ലേ? ഈശോയുടെ വചനം നടപ്പിൽ വരുത്തുന്നതും എല്ലാം എന്താണ്? സ്വീറ്റാണെന്ന് പറഞ്ഞു. മത്തായി 11:30. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളത്, ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ലൈറ്റ് വെയിറ്റ് ആണെന്ന്. എൻ്റെ വിഷയം വെച്ചാൽ നമ്മൾ ദൈവസ്നേഹ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഹാപ്പൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവസ്നേഹത്തെ പ്രേരിതരായി ദൈവത്തോടുള്ള തീഷ്ണതയും എരിവും കൊണ്ട് മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ ദൈവം ഇത് ലൈറ്റ് വെയിറ്റാക്കി തരണതാണ്. അത് വഹിക്കാൻ എളുപ്പമുള്ളതാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം ദൈവം ഇത് ലൈറ്റ് വെയിറ്റായിട്ട് തരും. കാര്യം ലൈറ്റ് വെയിറ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും നമ്മൾക്ക് വേണ്ടി ദൈവം ചെയ്തു തരും. അങ്ങനെ ഒരു റിലേഷനാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടി അതിൻ്റെ സത്യസന്ധമായ ജീവിതമാണെങ്കിൽ ജീവിതം ലൈറ്റ് വെയിറ്റ് ആവും. അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ മാത്രം കിട്ടാൽ മതി. 50,000-ഓളം സാക്ഷ്യങ്ങൾ ഇപ്പോൾ കിടപ്പില്ലേ? നമ്മൾ അപ്പ് ചെയ്താൽ മാത്രം ഓരോ മനുഷ്യൻ്റെ ജീവിതം എന്ത് ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് അത് പോകണമെന്ന് നോക്കില്ലേ? അപ്പം അതാണ് എപ്പോഴും വചനം അധിഷ്ഠിതമായി ജീവിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടാകണതും അത് ദൈവത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.